ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഇന്ന് അധികമായി ജോലി ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാർമ്മികമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെ അവസാനിച്ച് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളായിട്ട് അതിനെ വിട്ടുകളയുന്നതായിരിക്കും. അതൊരു കർമ്മയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അഭിനിവേശത്തിനെ പൂർണ്ണമായിട്ടും യൂണിവേഴ്സായിട്ട് ഇല്ലാതാക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നൊരു കാര്യം, അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ മുമ്പ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ചിലപ്പോൾ അന്ന് അവരോട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു തെറ്റിൻ്റെ കുറ്റസമ്മതം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊരു സോറി പറയേണ്ടതായ ആവശ്യകതയോ അല്ലെങ്കിൽ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതോ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ, ആരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ആരോടൊപ്പം ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണെങ്കിലും മറ്റൊരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ മറ്റൊരാളുടെ മുഖം, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ഒരു കർമ്മ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്ന ഒരു കാർഡാണ്. കർമ്മ എൻഡ് ആവുന്നതാണ്, ഒരു കാർമിക് സൈക്കിൾ എൻഡായി പോകുന്നു. അതാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. അതുപോലെ ഇന്ന് ഓവർ ബർഡൻഡ് ആയിരിക്കും. ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരും. മറ്റുള്ളവരുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ സാധ്യതയുണ്ട്. കുറ്റം പറഞ്ഞ് അതിൻ്റെ കർമ്മയൊക്കെ വലിച്ച് തലയിൽ വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ഇന്ന് കൂലി കിട്ടുന്ന ദിവസമാണ്. അല്ലെങ്കിൽ യുവർ ഹാർഡ് വർക്ക് വിൽ ബി പെയ്ഡ് ഓഫ്. ആ ഒരു ദിവസമാണിത്. നിങ്ങൾക്ക് ഇന്ന് നല്ല അബണ്ടൻസ്, വെൽത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമായിട്ടാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അത് നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നൊരു പണമായിരിക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യുന്ന പണമായിരിക്കാം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന പണം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചെന്താ അറിയാമോ, കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് സൺഡേ ഞാൻ നിങ്ങളുടെ അടുത്ത് കാത്തിരുന്ന പണം വരുമെന്ന് ഞാൻ റീഡ് ചെയ്തില്ലേ, അന്ന് എനിക്ക് ഒരു ചിട്ടി അടിച്ചായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആൾ പറഞ്ഞപ്പോൾ എനിക്ക് ചിട്ടി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കറിയായിരുന്നു, എനിക്കിന്ന് കാർഡിനകത്ത് അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ അത് റെസണേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു വ്യക്തിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, കണ്ടോ, കയ്യിൽ വെച്ച് പുന്നാരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഓർമ്മകളിൽ താലോലിക്കുന്ന, നിങ്ങളുടെ പഴയ സ്വപ്നങ്ങളിലും ഓർമ്മകളിലും നിങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയെ നിങ്ങളിപ്പോഴും ആലോചിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരിന്ന് നിങ്ങളിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. പണം അബണ്ടൻ്റ് ആയിട്ട് ഇന്ന് പണം നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. കാത്തിരിക്കുന്ന ആളോ പണമോ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പണം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറും ആകാം കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുന്ന ജോബിലൂടെയാണല്ലോ പണം കിട്ടുന്നത്. അപ്പോൾ കാത്തിരിക്കുന്ന ജോലിയാകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ ഒരു സന്തോഷം തരുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തത് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ക്ലാരിറ്റി കിട്ടും. അതായത് നിങ്ങൾ കാർക്കശ്യത്തോടുകൂടി പെരുമാറിയിരുന്ന ഒരിടത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് വളരെ ആക്രോശിച്ചിരുന്ന, വഴക്കുണ്ടാക്കിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ 100 ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടാതെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾക്ക് കൃത്യമായി ക്ലാരിറ്റി ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് അതിൻ്റെ കാർഡാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങളെ ഇന്നാരെങ്കിലും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വേണമെന്നില്ല, നിങ്ങൾ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാതിരിക്കുകയോ ശ്രദ്ധിക്കണം. സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാതിരിക്കുകയോ,
സംസാരിക്കേണ്ടാത്തടത്ത് സംസാരിക്കുകയോ ചെയ്താൽ പോലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കും, അതാകാനും സാധ്യതയുണ്ട്. ഇത് കൂടുതലും കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥ നിങ്ങളോട് ചെയ്യാൻ ഏൽപ്പിച്ച ജോലി ചെയ്യാത്തതിന് ചിലപ്പോൾ കാർക്കശ്യത്തോടു കൂടി സംസാരിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ക്യൂൻ ഓഫ് സോഡ്സ് പറയുന്നത്. അടുത്ത കാർഡ് നോക്കാം. ഇങ്ങനൊരു കാർഡ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതതിൻ്റെ ബോട്ടത്തിൽ വരുന്ന കാർഡാണ് കേട്ടോ. ഞാനത് ഓർക്കുമായിരുന്നു, ഷടാ ഞാൻ കണ്ടിട്ടില്ല അത്ര കാർഡോ. ഇതുണ്ടോ? ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നേരത്തെ ഒരു ദിവസം റീഡ് ചെയ്തപ്പോൾ നേരത്തെ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഡെക്കിനകത്തെ കാർഡ് വെച്ചിട്ടാണല്ലോ മൂടിയേക്കുന്നത്, അപ്പോൾ ആ കാർഡ് റീഡ് ചെയ്യുന്നില്ലേന്ന്. അപ്പം അതുപോലത്തെ ഒരു കാർഡാണ് ഇതിനകത്ത് കേട്ടോ. ഇത് ഈ ബോട്ടത്തിൽ വരുന്ന കാർഡാണ്. ഓക്കെ, നെക്സ്റ്റ് 4 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നൊരു റീയൂണിയൻ ഉണ്ട്. 4 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് 4 ഓഫ് വാണ്ട്. അതുപോലെ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ജോലി, ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയാകാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സെയിൽസ് ഗേൾ ആണെന്ന് വിചാരിക്കുക, പക്ഷേ നിങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ തയ്യൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടാവും, പാട്ട് ചെയ്യുന്നുണ്ടാവും, വരയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ പാഷനാണ്. അപ്പോൾ നിങ്ങളുടെ ആ പാഷനെ പിന്തുടർന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അവിടെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട്, ഒരു റീയൂണിയൻ്റെ ദിവസമാണ്, നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. 4 ഓഫ് വാണ്ട് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നു എന്നുള്ളതാണ് ഇത്. അതുപോലെ ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. വിദേശത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും വിദേശത്ത് പോയി നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുമായി ചേരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 4 ഓഫ് വാണ്ട്സ്. അടുത്ത 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ എവിടെയെങ്കിലും പോകാൻ വിടാതെ ആരെങ്കിലും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ചില ഓർമ്മകളിൽ നിങ്ങൾ കുടുങ്ങി നിൽക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ അതിൽ ഹോൾഡ് ബാക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ കാണുന്നുണ്ട്. നിങ്ങൾ വേണ്ടാത്ത ഓർമ്മകളെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളോടത് റിലീസ് ചെയ്ത് കളയാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പൈസയ്ക്ക് ഫിനാൻഷ്യലി കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പണം വന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ അതിന് മുമ്പേ പറയുവാണ് നിങ്ങൾക്ക് പണത്തിന് ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരാൻ സാധ്യതയുണ്ട്. പണത്തിന് ആവശ്യം വരികയും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയോ, ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നതാകും കേട്ടോ. അതിന് പൈസ കൊണ്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. ഓവറായിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് ഒരു കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ, വഴക്കാണ്. ചുറ്റുമുള്ള ആളുകളോട് തന്നെയാണ് വഴക്കുണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് വളരെയധികം സൂക്ഷിക്കണം, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ ക്യൂൻ ഓഫ് സോഡിൻ്റെ കാര്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, വേണ്ടടുത്ത് മാത്രം സംസാരിച്ചാൽ മതി, വേണ്ടാത്തടത്ത് സംസാരിക്കേണ്ട. സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കുക. വെറുതെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആകാനും സാധ്യതയുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 5 ഓഫ് വാണ്ട്സ് പറയുന്നത്. ചുറ്റുമുള്ള ആളുകളാണ്, നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ്, മുഖം അറിയാവുന്ന ആളുകളാണ്. ഓക്കെ, ചിലപ്പോൾ ഇവർ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയുന്നതാകാനും സാധ്യതയുണ്ട്. വീണ്ടും ഗോസിപ്പിങ്ങിൻ്റെ കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഗോസിപ്പിംഗ് ആകാം, നിങ്ങൾക്ക് ചുറ്റും ആളുകൾ ഗൂഢാലോചന നടത്തുന്നതാവാം, ചിലപ്പോൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നതും ആകാം. കൊളാബറേഷൻ്റെയും ടീം വർക്കിൻ്റെയും കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ ഇന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ഗൈഡൻസ്, ഒരു മെൻറ്ററിനെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് കടക്കുക, അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവരുടെ അഭിപ്രായം തേടുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. വർക്ക് പ്ലേസിൽ കൊളാബറേഷൻ, വർക്ക് പ്ലേസിൽ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത് 3 ഓഫ് പെൻറ്റക്കിൾ കൂടുതലും മോസ്റ്റ് പ്രോബബ്ലി അത് വർക്ക് പ്ലേസിലെ കാര്യമാണ് പറയുന്നത്. ഇതും വർക്ക് പ്ലേസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം വർക്ക് പ്ലേസിൽ കൂടി ചേർന്ന് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിക്കണം. 2 പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ കൂടിച്ചേർന്ന് പ്രവർത്തിച്ച് കൂട്ടം കൂടുതൽ കൂടിപ്പോയിട്ട് വഴക്കാകാനും, ചിലപ്പം വഴക്ക് കൂടി കൂട്ടാകാനും സാധ്യതയുണ്ട്. അവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡ് കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗതറോ ഒരു പാർട്ടിയോ ഒരു സെലിബ്രേഷനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്രണ്ട്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
പിന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ രീതിയിലുമാണ് കേട്ടോ. കപ്പിയൊക്കെ ഉയർത്തിയിട്ടുള്ള സെലിബ്രേഷൻ ആകാനും സാധ്യതയുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് മോസ്റ്റ് പ്രോബബ്ലി അത് ഫ്രണ്ട്സിനോടൊപ്പമുള്ള സെലിബ്രേഷൻ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ സ്നേഹമായിരിക്കും മറ്റുള്ളവരോട്, പക്ഷേ അത് നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോടാവാം, വീട്ടിലുള്ള ആളുകളോടായിരിക്കും. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് അവരുടെ മുഖത്തേക്ക് പോലും നോക്കിയിരിക്കും, പക്ഷേ അവരോട് നിങ്ങൾക്ക് വളരെ സ്നേഹമാണ്, പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. വളരെ സ്നേഹമാണ്, പക്ഷേ നിങ്ങളുടെ ഭയങ്കരമായ കടുത്ത മാനസിക സംഘർഷത്തിൽ കൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. എങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹമാണ്, അത് പക്ഷേ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ പ്രകടിപ്പിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. മൂൺ എനർജിയാണ്. മൂൺ എനർജി പറയുന്നത് ഒരു പേടി, ഭയം, ചിലപ്പോൾ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്ന ദിവസം. അപ്പോൾ അതാണ് വെറുതെ ഇരിക്കുമ്പോൾ വിഷമം വരിക, വെറുതെ ഇരിക്കുമ്പം കരയാൻ തോന്നുക, പിന്നെ പെട്ടെന്ന് മൂഡ് ഔട്ടാവുക, ഇങ്ങനെ ബൾബിട്ടതുപോലെയാണ്. ഇപ്പോൾ കണ്ട പോലെ അല്ല, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ മൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അല്ലെങ്കിൽ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലൊരു എന്തോ ഒരു ഭാരം പോലെ, ഒരു പേടി പോലെ മനസ്സിൽ തോന്നാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് മൂൺ എനർജി കേട്ടോ. പേടിയാണ് കൂടുതലും. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് തന്നെ ഞാൻ കുറേ പ്രാവശ്യം മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞു, സോറി. മോസ്റ്റ് പ്രോബബ്ലി അത് മൂൺ എനർജി പേടിയാകാനാണ് സാധ്യത കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് ഏഞ്ചൽസ് എന്താണ് ഇന്ന് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്. അതിന് മുമ്പ് ബോട്ടം ഓഫ് ദ ഡെക്ക് പറയട്ടെ. ബോട്ടം ഓഫ് ദ ഡെക്കിൽ പേജ് ഓഫ് വോൺസ് ആണ് കേട്ടോ. വളരെ അത്യാഹ്ലാദത്തോടുകൂടി നിങ്ങളൊരു കാര്യത്തിനെ ആരാധനയോടുകൂടി നോക്കുന്നതായിട്ടും അതിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടല്ലോ 10 ഓഫ് വാണ്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പേജ് ഓഫ് വാണ്ട്. അപ്പോൾ ഇന്ന് ഒരു കാര്യം അവസാനിച്ച് പോകുന്നുമുണ്ട്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നുമുണ്ട്. ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ വീണ്ടും നിങ്ങളതിനെ ആരാധിച്ച് തുടങ്ങുന്നതാണ്. ഒരു ഘട്ടം, ഒരു കർമ്മം അവസാനിച്ചിട്ട് വീണ്ടും അതിൻ്റെ സൈക്കിളിൽ പുതിയൊരു തുടക്കം. അത് നഷ്ടപ്പെട്ടു പോയതിനെ പുതിയതായിട്ട് വീണ്ടും സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. സിറ്റുവേഷൻ ഇങ്ങനെയൊന്നും എല്ലാ ദിവസവും കഴിയില്ല. ഈ സമയം കടന്നു, എന്ത് പ്രശ്നം വരുമ്പോഴും, എന്ത് സന്തോഷം വരുമ്പോഴും, എന്ത് സങ്കടം വരുമ്പോഴും ഈ സമയം കടന്നു പോകും എന്നൊരു ചിന്ത മനസ്സിൽ ഉണ്ടായിരിക്കണം. നല്ലത് എപ്പോഴും വരണമെന്ന് നിർബന്ധമില്ല, ചീത്തയും എപ്പോഴും വരണമെന്ന് നിർബന്ധമില്ല. സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരും. റൊമാൻസ് ഈസ് ഇൻ ദയർ. റൊമാൻസ് ഒക്കെ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളെ. ആസ്ക് യുവർ ഏഞ്ചൽസിനോട് ചോദിക്കൂ. നെക്സ്റ്റ്, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം, മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇറ്റ് ഈസ് അപ് ടു യു എന്നാണ് ബോട്ടം പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കൂ, മുന്നോട്ട് പോകൂ. റൊമാൻസ് വരുന്നുണ്ട്. അടുത്ത കുറച്ച് വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നൊക്കെയാണ് ഏഞ്ചൽസ് നമുക്ക് ഗൈഡൻസ് തന്നത്. ഇനി എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? പ്ലീസ് ഗൈഡ് മീ. എന്താണ് ലവേഴ്സായ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ്, ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. അപ്പോൾ ഇന്നലെയും സെയിം കാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളാണ് ചാൻസ് കൊടുക്കാത്തത്. അപ്പോൾ ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. അതുപോലെ ഇവിടെ 10 ഓഫ് വാണ്ടും ഉണ്ട്. അപ്പോൾ കർമ്മ റിലീസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങളൊരു ചാൻസും കൂടെ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ചാൻസ് കൊടുത്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ, ഒന്ന് കൊടുത്ത് നോക്കാമല്ലേ. റിട്രീറ്റ്, ഇത് സെയിം കാർഡ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. തിരിച്ചു പോകാനാണ് കേട്ടോ. ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. ഒരുമിച്ചുള്ള സമയങ്ങളെ ആനന്ദകരമാക്കൂ. ഫ്ലേർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. മറ്റുള്ളവരോട് വളരെ സന്തോഷകരമായി,
വളരെ ഫണ്ണിയായി, വളരെ സില്ലി, ലൈറ്റ് ഹാർട്ടഡായിട്ട് പെരുമാറൂ. മേക്ക് ദ എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. നിങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരും വന്നത് എടുക്കൂല. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. സെൽഫ് ലവ് വേണം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് സെൽഫ് ലവ് വേണം. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയാൽ മാത്രമാണ് മറ്റുള്ളവർക്കും നമ്മളോട് സ്നേഹം തോന്നുള്ളൂ. കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പം നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത്, നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണ് പറയുന്നത്. യുവർ പ്രേയേഴ്സും അഫർമേഷൻസും ആൻഡ് വിഷ്വലൈസേഷൻസ് എല്ലാം നിങ്ങളെ ഒരുമിച്ച് വരാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അഫർമേഷൻസ് പറയുക, എഴുതുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ സ്വന്തമാക്കാൻ പറ്റും. സോൾമേറ്റിനെ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.